പെണ്ണിന് വേണ്ടിയാണ് അവരവിടെ സംസാരിച്ചത്. എന്റെ മോനെ മനഃപൂർവ്വം അവൾ കൊന്നതാണ് സ്വത്തിന് വേണ്ടി. അവള് വീണ്ടും ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് ഞാൻ നഷ്ടപരിഹാരം, എന്റെ മോനെ കൊന്നതിന് എനിക്ക് നഷ്ടപരിഹാരം തരാനുള്ളതിന് ഞാൻ അവർക്ക് കൊടുക്കണമെന്ന് 26 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ആ ഉമ്മ കരയുന്ന ആ വീഡിയോ അത് ആ ഒരു കുടുംബത്തിന് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ ആയിരക്കണക്കിന് കുടുംബം നേരിടുന്നൊരു പ്രശ്നമാണ്. അതായത് ഫോൾസ് കേസ്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറേ നിയമങ്ങൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസായിട്ട്, അതായത് ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരു പുരുഷൻ്റെ ജീവിതം തകർക്കുന്നതിലേക്ക് പല കേസുകൾ സാക്ഷിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റീസെൻ്റ്ലി നടന്ന ദീപക്കിൻ്റെ ഇഷ്യൂ തന്നെ അതുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് NCRB, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോൻ്റെ ഒരു ഡാറ്റ 2022 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 മുതൽ 6% വരെയാണ് ഇതുപോലെയുള്ള ഫോൾസ് കേസ് രേഖപ്പെടുത്തുന്നത്. അതായത് ആയിരക്കണക്കിന് നിരപരാധികൾ ഓരോ കൊല്ലവും ഇതേപോലെ ജയിലുകളിലാക്കപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരാളെതിരെ സ്ത്രീ പീഡന കേസ് അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ തന്നെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഇഷ്യൂവിൽ അത് ചിലപ്പോൾ വൈഫിനെ ടാർഗറ്റ് ചെയ്ത് പോകുന്ന നിയമങ്ങളായാലും അവിടെ വനിതാ കമ്മീഷനും പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പുരുഷൻ്റെ സൈഡ് അല്ലെങ്കിൽ പുരുഷൻ്റെ ഫാമിലി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അതിനുവേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ പുരുഷനെ അവിടെ ഒരു തെറ്റായി പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനും അപ്പുറത്തെ സൈഡുണ്ട്. അതായത് ഒബ്വിയസ്ലി സ്ത്രീ പീഡനങ്ങളും സ്ത്രീ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ന്യായമുണ്ടെങ്കിൽ കൃത്യമായ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. പക്ഷേ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന കുറേ കേസുകളിൽ പോലും ഇതേപോലെ ഞാൻ കാണാനിടയായിട്ടുണ്ട്. ഇതിനൊക്കെ അനുബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്, വനിതാ കമ്മീഷന് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു പുരുഷ കമ്മീഷനും നമ്മുടെ രാജ്യത്ത് വേണം. കാരണം പുരുഷന്മാർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മെൻസ് അസോസിയേഷൻ കാര്യങ്ങളല്ല, ഇതിൽ ജെൻഡർ കാർഡ് ഞാൻ ഇറക്കുന്നതുമില്ല. ആ കാര്യത്തിനും ജെൻഡർ ഇക്വാളിറ്റി പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ പുരുഷനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല സമൂഹം? ഇപ്പോൾ പല റേപ്പ് കേസുകളും അല്ലെങ്കിൽ പല ലൈംഗിക കേസുകളും അല്ലെങ്കിൽ പോക്സോ പോലത്തെയുള്ള കേസുകളൊക്കെ ചിലപ്പോൾ നിരപരാധികൾ, ഞാൻ പറയുന്നു കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇതുപോലെയുള്ള കേസുകൾ പലപ്പോഴും കൊടുത്തുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് ആ ഫാമിലിനെയും ആ വ്യക്തിയെയും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അയാളെ പ്രതിച്ഛായ പോയി, അയാളെ അഭിമാനം പോയി, അയാളെ സമൂഹത്തിൽ ഉണ്ടാകുന്ന നിലയും വില എല്ലാം ഇല്ലാണ്ടായി. എന്നിട്ട് അയാളെ മുതൽ തുടങ്ങുന്നത് അത് പിടിച്ചു നിൽക്കാൻ ചില ആളെ കൊണ്ട് കഴിയുന്നില്ല. അതാണ് മിക്ക ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വന്നാൽ അത് 2 സൈഡും പഠിച്ച് കൃത്യമായ രീതിയിൽ നടപടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അപരാധി ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കാൻ ഒരിക്കലും പാടില്ല.